നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 11-ാം തീയതി 1200-ാം ആണ്ട് ഇടവമാസം 28-ാം തീയതി ബുധനാഴ്ച. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട ശുഭനക്ഷത്രമല്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം, ഇന്ന് പൗർണമിയാണ്. പൗർണമിക്ക് ഉള്ള പ്രത്യേകത ചന്ദ്രൻ ഉച്ചത്തിൽ വരുന്ന അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ്. ഇന്ന് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ ബുധനാഴ്ചയാണ്, ബുധൻ നല്ല ദിവസമാണ്, പക്ഷേ പൗർണമിയാണ്. അതിനൊപ്പം തന്നെ ഇവിടെ ഏറ്റവും വലിയ ദോഷമായിട്ട് കാണുന്നത് നക്ഷത്രം നല്ലതല്ല. പക്ഷേ എങ്കിലും ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ്. പൗർണമിയുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. പക്ഷെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഏറ്റവും ഭാഗ്യദായകമാണ് ഒരു വർഷം. ഇപ്പോൾ പൊതുവേ തൃക്കേട്ടയ്ക്ക് അഷ്ടമത്തിൽ വ്യാഴവും ഒക്കെ നിൽക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക്, ഇടവ മാസത്തിലെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. ബുധനാഴ്ച ബർത്ത്ഡേ വന്നു, 2 പൗർണമി ദിവസം വന്നു. മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ പൗർണമി. ഇത് രണ്ടും കൂടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും, പ്രകാശിക്കും, ശോഭനമായിത്തീരും. എല്ലാ കാര്യങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവും. പ്രധാനമായി ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും. അതേപോലെ പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നവർക്ക് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ വിനിയോഗിക്കുക, കുട്ടികളായാലും മുതിർന്നവരായാലും. ഇന്നും നമുക്ക് പ്രധാനം രാവുകാല സമയത്തിന് കൊടുക്കാം. രാവുകാലം ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ സാധാരണ നമ്മൾ നട്ടുച്ചയ്ക്കൊന്നും നേരത്തെ തന്നെ ഒരു കാര്യത്തിന് ഇറങ്ങും. എന്നാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്ക് വേണ്ടി ഉച്ച സമയത്ത് നമ്മൾ ഇറങ്ങേണ്ടി വരും. ആ സമയം രാവുകാല സമയം അവോയ്ഡ് ചെയ്യുക. 12:24 തൊട്ട് 1:59 വരെയാണ് രാവുകാല സമയം. ഈ സമയം നമുക്ക് യാത്രയ്ക്ക് മാറ്റിവെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, യാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം വരുന്നത് 10:50 തൊട്ട് 12:24 വരെയും, യമകണ്ഠകാല സമയം 7:41 തൊട്ട് 9:16 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം 12 മണി തൊട്ട് 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 12 തൊട്ട് 12:48 വരെ. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പവർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ, വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവിനെ പുറന്തള്ളാൻ നമുക്ക് വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. പച്ച കളറ്, പച്ച മിക്സായിട്ടുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.